മോഷൻ ഇൻ എ പ്ലെയിനിലെ എക്സാമ്പിൾ 3.8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എ ഡയറക്ഷൻ ഓഫ് 30 എബോവ് ദ ഹൊറിസോണ്ടൽ. Calculate A, the maximum height, B, the time taken by the ball to return to the same level, and C, the distance from the thrower to the point where the ball returns to the same level. അതായത് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 30 ഡിഗ്രിയിൽ ഓക്കെ ഇവിടെ വരക്കാം. ഓക്കെ 30 ഡിഗ്രി ഹൊറിസോണ്ടൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോൾ ത്രോൺ ചെയ്തു. ഓക്കെ അതായത് U = 28 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അപ്പോൾ നമുക്കറിയാം എന്ത്, ഒരു ബോളിന് നമ്മൾ ത്രോ ചെയ്താൽ ആ ഒരു ബോൾ ഒരു പാരബോളിക് പാത്തിലൂടെ സഞ്ചരിക്കാം. അതായത് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ടാകും, ഇങ്ങോട്ടൊരു വെലോസിറ്റി, അതായത് എക്സ് ആക്സിലും വൈ ആക്സിലും വെലോസിറ്റി ഉണ്ടാകും. and അതുപോലെ തന്നെ ഡൗൺ ആക്സിസിലോട്ട് എന്തുണ്ടാവും, ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഒരു ഗ്രാവിറ്റി ഉണ്ടാവും. അതായത് താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ താഴോട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലും പോകും. മനസ്സിലായല്ലോ, അതാണ് പാരബോളിക് പാത്ത് എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെ സഞ്ചരിക്കും, ഏകദേശം ഒരു പാരബോളിക് പാത്ത് ആയിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് ജേണിനെയാണ് ഇത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ ഇവിടെ നമുക്ക് മാക്സിമം ഹൈറ്റ് ആണ്, ഇതാണ് എനിക്ക് വലുതായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് മാക്സിമം ഹൈറ്റ് എത്തുമെന്ന് തോന്നി, അതുകൊണ്ട് എന്നോട് H മാക്സ് കൊടുത്തു. ആൻഡ് ഇത്രയുമുള്ള ജേണി ഏകദേശം എന്താണ് റേഞ്ച് എന്ന് പറയും. അതായത് ഇവിടെ തൊട്ട് ഇതുവരെ എത്താനുള്ളതാണ് റേഞ്ച്. ആൻഡ് ഇത് ഓക്കെ ഇവിടെ തൊട്ട് ഇതുവരെ ഈ ഒരു ബോൾ ട്രാവൽ ചെയ്ത ടൈമാണ് എന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയാണ് ക്വസ്റ്റ്യന് നോക്കാം. പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ മാക്സിമം ഹൈറ്റ് കണ്ടെത്താനാണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് ഞാൻ അവിടെ പറഞ്ഞതാണ് മാക്സിമം ഹൈറ്റ്. അതിൻ്റെ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റിട്ടേൺ ദ സെയിം ലെവൽ. അതായത് എവിടെ നിന്നാണോ എറിഞ്ഞത് അത് ആ ഒരു ലെവലിലോട്ട് തന്നെ എത്തുക. അതായത് ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ ത്രോൺ ചെയ്തതായിട്ട് എടുത്തത്, ആ ഗ്രൗണ്ടിലോട്ട് തന്നെ എത്തുന്നു. ഇനി അതല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്താലും മതി. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാകുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ ബിൽഡിങ്ങിൻ്റെ അതുവരെയുള്ള സെയിം ലെവൽ. മനസ്സിലായല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ C പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോവർ ടു ദ പോയിന്റ് വേർ ദ ബോൾ റിട്ടേൺസ് ദ സെയിം ലെവൽ. അതായത് ത്രോവർ, അതായത് എറിഞ്ഞ ആളുടെ അവിടെ നിന്ന് ഇത് ചാടി ആ ഒരു, അതായത് ബോൾ വീണ ആ ഒരു സ്ഥലം വരെയുള്ള ഡിസ്റ്റൻസ് ഏകദേശം വരുന്നത്, അതിനാണ് റേഞ്ച് എന്ന് പറയാം. സോ അപ്പോൾ നമുക്ക് ഏകദേശം കൺസെപ്റ്റുകളൊക്കെ മനസ്സിലായി. ആൻഡ് ഇവിടെ ഇതാണുള്ളത് U എന്ന് പറയുന്നത് എത്രയാണ്, U എന്നുള്ളത് 28 മീറ്റർ പെർ സെക്കൻഡാണ്. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പിന്നെ ആക്സലറേഷൻ അല്ലെങ്കിൽ G എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മനസ്സിലായല്ലോ. ഇനി ഓരോന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് A ആണ്. A പറഞ്ഞിട്ടുള്ളത് എന്താണ്, മാക്സിമം ഹൈറ്റ് H മാക്സ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാണ്ട്, ഇനി അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിന് മുമ്പുള്ള കുറേ എക്സാമ്പിൾസിൽ നമ്മൾ ഓരോന്ന് റെഫർ ചെയ്തിട്ടും പറഞ്ഞു തന്നിട്ടും ഡെറിവേഷനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളെ സാറ് പറഞ്ഞിട്ടുണ്ടാവും, അത് വെച്ചിട്ടും ചെയ്താൽ മതി. ഓക്കെ സോ നമ്മൾ പറയേണ്ടത് H മാക്സ് എന്ന് പറയുന്നത് എന്താണ്, H മാക്സിൻ്റെ ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത്. H മാക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, U² sin² θ/2g. മനസ്സിലായല്ലോ. അപ്പോൾ U² എന്ന് പറയുന്നത് U എത്രയാണ്, 28. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ ഇൻറ്റു 28 ഇൻറ്റു sin² θ. അപ്പോൾ sin θ എന്താണ്, sin 30 ആണ്. sin 30യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ്. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1/2 അല്ലെങ്കിൽ 1/4 എന്ന് വരും. ഓക്കെ 2 ഇൻറ്റു 9.8. ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്ത് തരാം. 2നെ 28 കട്ട് ചെയ്താൽ 14 ബാലൻസ് വരും. ഈ 2നെ 28 കട്ട് ചെയ്താൽ 14 ബാലൻസ് വരും. അതിന് അതുപോലെ തന്നെ ഈ 2നെ ഞാൻ ഇവിടെ കട്ട് ചെയ്യണം, അപ്പോൾ ഇവിടെ 7 വരും. അപ്പോൾ ഏകദേശം വരുന്നത് ഓക്കെ. ഇനി ഇവിടെ ഈ പോയിൻറ്റിന് ഞാൻ ഇവിടെ കളയാണ്. അപ്പോൾ പോയിൻറ്റ് താഴെ പോയിൻറ്റ് കളഞ്ഞാൽ മുകളിൽ എന്ത് ചെയ്യണം, 10 കൊടുക്കണം. ഇനി മുകളിലാണ് പോയിൻറ്റ് കളയുന്നതെങ്കിൽ താഴെ 10 കൊടുക്കാം. മനസ്സിലായല്ലോ. അതിൻ്റെ എത്രയാണോ ലാസ്റ്റുള്ള വാല്യൂ, എത്രയാണോ 0 വരുന്നത്, ഒരു 0 ഇവിടെ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ ഇപ്പോൾ ബാലൻസ് വരുന്നത് എത്രയാണ്, 7 ഇൻറ്റു 14 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 98. ഓക്കെ മനസ്സിലായല്ലോ. അപ്പോൾ Aന് ഞാൻ കട്ട് ചെയ്യുകയാണ്. 98 എത്ര A ഉണ്ട് അറിയാം, 10 70 ഉണ്ട്. അതായത് 70 10 ഉണ്ട്. പിന്നെ ഉള്ളത് 28 98 ആവണമെങ്കിൽ 70 പ്ലസ് 28. അപ്പോൾ എത്ര 4, അപ്പോൾ 14. അപ്പോൾ 98 14. അപ്പോൾ നോക്കണം, ഈ 14 ഇവിടെ കട്ടാവും, ഏകദേശം 10 മീറ്റർ എന്ന് വരും. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ H മാക്സ് എന്ന് പറയുന്നത് എത്രയാണ്, H മാക്സ് = 10 മീറ്റർ. മാർക്ക് ചെയ്തിടാം. സോ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ കിട്ടി. ഇനി രണ്ടാമത്തെ ഏതാണ്, ബി എന്ന് പറയുന്നത് എന്താണ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ ഒരു ജേണിയിൽ ഫുള്ള് ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ അറിയാം, എന്താണ് 2 ഇൻറ്റു ഇങ്ങനെ എഴുതണ്ട, നമ്മൾ ആദ്യം വാല്യൂ ചെയ്താൽ ഓക്കെ 2u sin θ/g. ഓക്കെ അപ്പോൾ 2 ഇൻറ്റു 28 ഇൻറ്റു sin θ എന്ന് പറയുന്നത് എത്രയാണ്, sin 30. sin 30 എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ എഴുതി വെക്കണോടാ. sin 30 എന്ന് പറയുന്നത് 1/2. ഓക്കെ sin 30 എന്ന് പറയുമ്പോൾ 1/2
2 ഡിവൈഡഡ് ബൈ 9.8. ഓക്കെ, അപ്പോൾ 2 കട്ട് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഇതാക്കി 98 ആക്കാനും വേണ്ടിയിട്ട് ഇവിടെ 10 ആക്കി. സോ ഇവിടെ വരുന്നത് 280, അല്ലെ വേണം ഇവിടെ 10 തന്നെ കൊടുക്കുക. 28/98. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഓക്കെ, 28-ൽ എത്ര എ ഉണ്ടായിരുന്നു? 4 എണ്ണം അല്ലേ. 98-ൽ എത്ര എ ഉണ്ട്? 14 അല്ലേ. സോ ഇനി ഇതിന് നമുക്ക് ചെറുതാക്കാൻ പറ്റും. 2/4 അല്ല, ഈ 4-നെ 2 വെച്ചും ചെയ്തു, കട്ട് ചെയ്തു. 14-നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എയും വരും. അപ്പോൾ ബാലൻസ് വരിക എത്ര വരിക? 20/7 എന്ന് വരും. ഓക്കെ, 20/7 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര കട വരുന്നത്? 20-ൽ എത്ര എ പോവും? 2 പോകും, കാരണം 14. അപ്പോൾ ഇവിടെ 2 വരും. പിന്നെ ബാലൻസ് വരുന്നത് 14 കഴിഞ്ഞാൽ പിന്നെ 20-ൽ ബാലൻസ് വരുന്നത് 6. അപ്പോൾ 6-ൽ പോവില്ല. അപ്പോൾ നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 60 ആയി. 60-ൽ എത്ര പോകും? 60-ൽ ഏകദേശം 49, 8 പറയുമ്പോൾ 56 പോകും. അപ്പോൾ ഇവിടെ 8 പോകും. പിന്നെ 56 വരുമ്പോൾ അതുപോലെ തന്നെ പിന്നെ 4 ബാലൻസ് വരുന്നുണ്ട്. 4-ൽ എത്ര എ പോകുന്നുണ്ട്? അതായത് 40-ൽ എത്ര എ പോകും? ഏകദേശം 5-ൻ്റെ ലെവൽ പോകും. ഇപ്പോൾ 2.85. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അപ്രോക്സിമേറ്റ്ലി 2.9 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ എഴുതാം. ബി അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് = 2.9 സെക്കൻഡ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്കുള്ളത് സി ആണ്. ഓക്കെ, സി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കണം. സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഞ്ച് അല്ല കണ്ടെത്താണ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോവർ ടു പോയിന്റ് വർ ദ ബോൾ റിട്ടേൺസ് ടു ദ സെയിം ലെവൽ. സോ റേഞ്ചിൻ്റെ ഇക്വേഷൻ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്താണ്? u² sin 2θ ഡിവൈഡഡ് ബൈ g. ഇറ്റ് ഈസ് ഈക്വൽ ടു u² എന്ന് പറയുമ്പോൾ 28 × 28 sin 2θ. അതായത് sin θ എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അപ്പോൾ sin 2 × 30 എന്ന് പറയുമ്പോൾ എത്ര? sin 60 അല്ലേ. അപ്പോൾ sin 60-ൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞുതരാം. ഡിവൈഡഡ് ബൈ 9.8. sin 60-യുടെ വാല്യൂ എത്രടാ? പറഞ്ഞേ √3/2. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 28 × 28 × √3/2 ഡിവൈഡഡ് ബൈ 9.8 കട്ട് ചെയ്യാം. 14 വരും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏകദേശം വരുന്നത് 14 × 28 × √3 ഡിവൈഡഡ് ബൈ 9.8. പോയിൻ്റ് കളയാം. അപ്പോൾ ഇവിടെ 10 വരും. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 98-ൽ എത്ര ഉണ്ട്? 14 ഉണ്ട്. 28-ൽ എത്രയുണ്ട്? 4. സോ ഈ 14 കട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം വരിക 4 × 10 × √3 എന്ന് വരും. എന്ന് വെച്ചാൽ 40 √3 എന്ന് വരും. നമുക്കിനി √3യുടെ വാല്യൂ ഇതിൽ കൊടുക്കാം. അപ്പോൾ 40 × 1.732 എന്ന് വരും. അപ്പോൾ ഏകദേശം വരിക 69.28 എന്ന് വരും. മനസ്സിലായല്ലോ? സോ ഇത് വരുന്നത് എത്രയെന്ന് വെച്ചാൽ 69 മീറ്റർ എന്ന് വരും. സോ അപ്പോൾ റേഞ്ച് വരുന്നത് റേഞ്ച് = 69 മീറ്റർ. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് നോക്കടാ. ഇതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തി. സി കണ്ടെത്തി, ബി കണ്ടെത്തി, ആൻഡ് അതുപോലെ തന്നെ എയും കണ്ടെത്തി. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന് മുന്നിൽ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.